നിങ്ങൾ എല്ലാവരും മറന്നിരുന്ന ഒരു സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നത്. അതായത് സമാധി നടത്തി മറ്റേ കല്ലറയ്ക്കകത്തിട്ട് മൂടിയതിന് ശേഷം സ്ലാബൊക്കെ ഇട്ടതിന് ശേഷം സ്ലാബ് പൊളിച്ച് ശരീരം പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് മാത്രമേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. നിങ്ങൾ എല്ലാവരും മറന്നിരുന്ന ഒരു സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നത്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ കാര്യം ഓർമ്മ വന്നത്. ഈ ഗോപൻ സ്വാമി മരിച്ച സമയത്ത് സമാധിയായ സമയത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടായിരുന്നല്ലോ. അതായത് കല്ലറയ്ക്കകത്തിട്ട് മൂടിയതിന് ശേഷം സ്ലാബൊക്കെ ഇട്ടതിന് ശേഷം സ്ലാബ് പൊളിച്ച് ശരീരം പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് മാത്രമേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ ആയിട്ടും ഒന്നും കണ്ടില്ല. എന്തുകൊണ്ട് ആ ഡീറ്റെയിൽ റിപ്പോർട്ട് പുറത്ത് വരാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. എന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം ഒരു അമ്പലമായിട്ട് കാണാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഭക്തിയാണ് ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ള ഒരു മേഖല എന്നതുകൊണ്ട് ഇപ്പോഴത്തെ ചെലവുകളെല്ലാം ഒരുതരം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രമാണ് ഗോപൻ സ്വാമിയുടെ ഫാമിലി കണക്കാക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഗോപൻ സ്വാമിയുടെ മകന്, അയാളാണ് ഇപ്പോൾ അവിടുത്തെ പൂജാരി. പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് സംസാരിക്കാം. എങ്കിൽ മാത്രമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. കേൾക്കാം. ഇദ്ദേഹത്തിന്റെ ഏതൊരു വീഡിയോ എടുത്താലും നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് ഈ ശംഖൂത്താണ്. ഈ അമ്പലങ്ങളിൽ പൂജ നടത്തുന്നത് പൂജാരിമാരാണല്ലോ. അപ്പോൾ ഗോപൻ സ്വാമി ഉണ്ടായിരുന്ന സമയത്ത് ഗോപൻ സ്വാമിയാണ് പൂജ നടത്തിയിരുന്നതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് പൂജ നടത്താനെന്ന് എനിക്കറിയില്ല. പൂജാ വിധികൾ പഠിച്ചിട്ടുണ്ടോ, മന്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അതോ ഇതാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹമാണ് കഴിഞ്ഞ കുറേ നാളുകളുണ്ട് അവിടെ പൂജ നടത്തുന്നത്. ഈ ശംഖനാഥം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ വീഡിയോ കാണുമ്പോൾ കേൾക്കാനും പറ്റും. ഇദ്ദേഹത്തോട് ഈ റിപ്പോർട്ടർ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്ന രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇവിടുത്തെ കാര്യം എങ്ങനെയാണ്? നിത്യപൂജ കാണും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. നിത്യപൂജ എല്ലാ ദിവസവും നിത്യപൂജ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയുണ്ട്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പുലർച്ചെ 3:30-4 മണി. വൈകുന്നേരം 6 മണിക്ക് പൂജ നിത്യവും കാണും. 2 നേരം പൂജയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ശുദ്ധികലശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം. പ്രതിഷ്ഠ എപ്പോഴാണ്? അത് പറയും, ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് ആചാര്യ ഗുരുക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും പറയുന്നു. ഇപ്പോൾ ഇവിടെ ജനങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ഇതൊക്കെ പതുക്കെ ഓരോന്ന് വരുന്നേ ഉള്ളൂ. പിന്നല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കച്ചവടം നടക്കുമോ? ആ ബിസിനസിനെ കുറിച്ച് ആൾക്കാർ അറിഞ്ഞ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു കേട്ട് ഒക്കെ മെല്ലെ വരുള്ളൂ. ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തറക്കല്ലിട്ടേ ഉള്ളൂ. ഇനി അവിടെ കെട്ടിടം പണിയണം, അവിടെ ഉദ്ഘാടനം നടത്തണം. അതിനുശേഷമല്ലേ ഭക്തജനങ്ങളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, കച്ചവടം നടക്കുകയുള്ളൂ. നാളെ അവിടെ കാണിക്കവഞ്ചി വെക്കാൻ പറ്റുള്ളൂ, അതൊരു ട്രസ്റ്റായിട്ട് മാറ്റാൻ പറ്റുള്ളൂ, അതിനൊരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ, അതിലേക്ക് ലക്ഷങ്ങൾ കുമിഞ്ഞു കൂടത്തുള്ളൂ. ഇതിന്റെ ആദ്യത്തെ പടിയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പ്രതിഷ്ഠ നടക്കാൻ പോവുക. എന്നാ അത് ആചാര്യന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കും. ഇപ്പോൾ അവിടെ ഇദ്ദേഹത്തിന്റെ മാത്രമേ ഉള്ളൂ. പിന്നെ ശംഖനാഥമുണ്ട്. ബാക്കി കേൾക്കാം. വിശ്വാസികളെത്തും. നാളെ വിശ്വാസികൾ. അതെ, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികളെത്തും. നമ്മുടെ നാട്ടിൽ പിന്നെ വിശ്വാസികൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്തത് കൊണ്ട് വിശ്വാസികളെത്തും. ബാക്കി നോക്കാം. ഇതെങ്ങനെയാ ഒരു ഐതിഹ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. അതെല്ലാം പിന്നെ അതായത് ഈ സമാധിയോടനുബന്ധിച്ചുള്ള നിത്യ പൂജകൾ അത് എല്ലാവർക്കും അറിയാം. എല്ലാ ഹിന്ദു ഞാൻ പറഞ്ഞില്ല കേട്ടാ. അത് പിന്നെ സമാധിയോടനുബന്ധിച്ചുള്ള പൂജ അത് എല്ലാവർക്കും അറിയാം. മിസ്റ്റർ സമാധിയായ ഗോപൻ സ്വാമിയുടെ മോനെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. തനിക്ക് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. ധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്നും ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്നും എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം. എടോ, ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് അറിയാം, തനിക്ക് അറിയാമെന്നാണ് ചോദ്യം. തനിക്ക് അറിയാമെങ്കിൽ താൻ പറയും, തനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. അല്ലാതെ നാട്ടുകാരെ പൊട്ടന്മാരാക്കല്ല വേണ്ടത്. നീ ഇത് കഴിഞ്ഞ് പൂജ ഉണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ പ്രതിഷ്ഠ കഴിഞ്ഞ് എല്ലാവർക്കും വരാവോ? എങ്ങനെ? എല്ലാവർക്കും വരാം. പ്രതിഷ്ഠയ്ക്ക് മുമ്പേ വരാം, പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. ജാതി മത ഭേദമന്യേ. അതെ, പ്രതിഷ്ഠ കഴിഞ്ഞും വരാം, പ്രതിഷ്ഠയ്ക്ക് മുൻപും വരാം, എല്ലാ വിശ്വാസികൾക്കും വരാം. കയ്യിൽ ചിക്കിലി ഉണ്ടാവണമെന്ന് മാത്രം, അവിടെ ഇരിക്കുന്ന പെട്ടിക്കകത്ത് കാശിടണമെന്ന് മാത്രം. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിലവിൽ ആർക്കും വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും എത്താം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? 6 മണി 7 മണിയൊക്കെ നിത്യപൂജ ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും, അതായത് പിന്നെ ഏകദേശം 8 മണിയോളം ക്ഷേത്ര നട തുറന്നിരിക്കും.
രാത്രി 8 മണി വരെ. വൈകുന്നേരത്തെ ദീപാരാധന, അത്താഴ പൂജ എല്ലാം കഴിയുമ്പോൾ 8 മണി കഴിയും അമ്പലം അടങ്ങി. ഇവിടെ ക്ഷേത്രം നിത്യം നട തുറന്നു കഴിയും. ഓ, സമയം എന്ന് പറയുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പും ഞാൻ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും പൂജ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് ആർക്കുണ്ടെങ്കിലും വരാം. അതിപ്പോൾ വിശ്വാസി ആവണമെന്ന് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടാവണം, അത്രേ ഉള്ളൂ. എൻ്റെ സമയം നോക്കിയിട്ടായിരിക്കും ഞാൻ പൂജാ സമയമൊക്കെ തീരുമാനിക്കുന്നത്. ഏത് സമയം? ഞാൻ ഈ ജോലിക്ക് പോകുന്ന സമയം. പിന്നെ നിത്യപൂജ തുടങ്ങിയതിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോകേണ്ടി വരില്ല. കാരണം ഇവിടെ കളക്ഷൻ കൂടുമല്ലോ. ഓരോ ദിവസം കഴിയുന്നവരും ഈ അറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവിടേക്ക് നമുക്ക് പോയാൽ കാര്യസാധ്യം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ നടക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ല. ഇവിടുത്തെ വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു വീടൊക്കെ പുതിയതായിട്ട് തട്ടിക്കൂട്ടാം, കാറൊക്കെ വാങ്ങാം. സംഗതി ബിസിനസ് ആണല്ലോ. അപ്പോൾ ലാഭമില്ലാത്ത ബിസിനസ് ഇല്ലല്ലോ. ഏത്? അത് തന്നെ. രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30 ദർശനം, നിർമ്മാല്യ ദർശനം. നട തുറക്കുമ്പോഴോ ആ സമയം മുതൽ വരാം. ദർശനം കൊടുത്തിരിക്കണം ഭക്തർക്ക്. ഇതിന് പ്രതിഷ്ഠ എന്താണ്? ശിവലിംഗ പ്രതിഷ്ഠ. ശിവലിംഗം തന്നെ. ശിവലിംഗ പ്രതിഷ്ഠ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം അതായത് അന്ന് സമയത്ത് വന്നപ്പോൾ ഇവിടെ പൂർണ്ണമായ ശിവന്റെ പ്രതിമയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് പിന്നെ അതായത് അത് എല്ലാം ഉണ്ട്. ഭഗവാന്റെ എല്ലാം തേജസ്സായിട്ടുള്ള പ്രതിഷ്ഠയും മഹാലിംഗ പ്രതിഷ്ഠയും ഷടാധാര ലിംഗ പ്രതിഷ്ഠ എല്ലാം ഉണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് മാത്രമേ ഈ പ്രതിഷ്ഠ ഉണ്ടാവുള്ളൂ. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ പിന്നെ ആൾക്കാർ കൂടുതലോ അല്ലേ. കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയുന്ന വെറുതെ അല്ല. ഇപ്പം ഏകദേശം 2025 കൂടി കേരളം ഒരു ഭ്രാന്താലയമായി കഴിഞ്ഞു. കാരണം ബ്ലാക്ക് മാസും അല്ലെങ്കിൽ സാത്താൻ പൂജയും ഒക്കെ കൊണ്ട് കൊലപാതക പരമ്പര തന്നെയാണ് ഇവിടെ. പിന്നെ ഇത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാത്തത് കൊണ്ട് ഇത് കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ശ്വാസനാളത്തിൽ മറ്റേ ഭസ്മം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ ഒന്നും റിപ്പോർട്ട് വരാത്തത് കൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും പുറത്ത് കിടന്ന് കളിക്കുന്നു. ഇനി റിപ്പോർട്ട് വരാത്തത് റിപ്പോർട്ട് മുക്കിയതാണെന്നൊന്നും നമുക്കറിയത്തില്ല. സത്യമായിട്ടും നമുക്കറിയില്ല. എന്തോ നമുക്കെന്തായാലും കാത്തിരിക്കാം. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം ഒരു വലിയ അമ്പലമായി മാറുന്നതും അവിടെ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി പോകുന്നതും ബിസിനസ് കെംഗേമമായിട്ട് നടക്കുന്നതും. അതിന് ഇവർ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? വീട്ടിലെ 3 പശുക്കളിൽ 2 പശുക്കളെ കൊടുത്തു. ബാക്കി 1 പശുവാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് അമ്മ പണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചെല്ല ജീവിക്കാൻ വരുമാനമൊന്നുമില്ല, 1 പശുവേ ഉള്ളൂ. 3 പശു ഉണ്ടായിരുന്നതിൽ 2 പശുക്കളെ കൊടുത്തു. ഇനി 1 പശുവാണ് നിൽക്കണത്. അതിൻ്റെ പാല് വിറ്റ് വേണം ജീവിക്കാൻ. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമാണ് അമ്മ ഈ അമ്പലം. ഈ അമ്പലം ഉയർന്നു വരുമ്പോൾ ഭക്തജനങ്ങൾ വരും, കാണിക്ക വീഴും, പൂജകൾ, വിശേഷാൽ പൂജകൾ, ആ പൂജയുടെ കാശ്, ചരട് ജപിക്കൽ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ കാശുകൾ വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ഫ്യൂച്ചർ കാണൂ, ഫ്യൂച്ചർ. ഇന്നത്തെ കാര്യങ്ങൾ പോട്ടെ, ഇന്ന് നിങ്ങൾ പട്ടിണി ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നാളത്തെ ദിവസം, വരാനിരിക്കുന്ന ദിവസം കാത്തിരിക്കണം. ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ വേണ്ടി കാത്തിരിക്കണം. അതിനുള്ള തറക്കല്ലാണ് മോനോടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. പിന്നെ ശംഖനാഥം നിർത്തരുത്, അത് എല്ലാ ദിവസവും വേണം. അത് മസ്റ്റാണ്. അതാണ് ഒരു ഹൈലൈറ്റ് നിങ്ങളുടെ പൂജയുടെ. വേറൊന്നും അറിയില്ലെങ്കിലും ഇതറിയാമല്ലോ, അത് വലിയൊരു കാര്യമാണ്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ചെയ്യുക. ഭക്തി വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബം കൂടി ഉടലെടുക്കുന്നു എന്ന് മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.